ദേ വന്നല്ലോ. അല്ല, മോളെ വിളിക്കാൻ പോവാൻ വൈകിയോ? സമയാവുന്നേ ഉള്ളൂ. മോന് കുറച്ച് കഞ്ഞി എടുക്കട്ടെ? ഏയ്, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നീട് എടുത്ത് കഴിച്ചോളാം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അല്ല മോനെ, സത്യാമ്മയ്ക്ക് പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയോ? ആ, അത് എന്റെ ലോറി മുതലാളിയുടെ വീടാ. കാര്യം പറഞ്ഞപ്പോ താക്കോലെടുത്തു വന്നു. ഇങ്ങതാ, ഞാൻ കോരിത്തരാം. കഴിക്ക്. വിഷ്ണുവേട്ടൻ കഴിച്ചു? ആ, ഞാൻ കഴിച്ചു. എന്റെ ഒരു സമാധാനത്തിന് ഞാൻ കഴിച്ചതാ. കഴിക്കും. തൽക്കാലത്തേക്ക് മാത്രമുള്ളൊരു വിജയമായത്. നമ്മളിത് തിരിച്ചു പിടിക്കും. നമ്മുടെ ഓരോ നഷ്ടത്തിനും നമ്മുടെ ശത്രുക്കളെ കൊണ്ട് കണക്ക് പറയിക്കും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാനിങ്ങനെ തിരിച്ചു വരുമെന്ന്. അപ്പോ നമുക്ക് വേണ്ടി ഉദിക്കുന്ന സൂര്യനും നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാകുന്ന നല്ല ദിനങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ. ഇതെല്ലാം നമ്മൾ തിരിച്ചെടുക്കും, ഉറപ്പാ. നമുക്ക് അർഹതപ്പെട്ടതൊക്കെ നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇനിയുള്ള ദിനങ്ങളെല്ലാം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഞാനും ഉടനെ ഇവിടെ നിറങ്ങും. വിഷ്ണുവേട്ടനും ജോലിയിലേക്ക് തിരിച്ചു കയറണം. തൽക്കാല വിജയത്തിൽ അഹങ്കരിച്ചു നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ മുന്നിലേക്ക് പൂർവാധികം ശക്തിയോടെ നമ്മൾ പട നയിച്ചിറങ്ങും. ശാശ്വതമായ ധർമ്മ വിജയത്തിനു വേണ്ടി നമ്മളത് നേടുകയും ചെയ്യും, ഉറപ്പാ. ഈ രാത്രി നീ അവിടെ പോടാ? ഓട്ടോ ഉണ്ട് സാർ, കുറച്ച് ദൂരേക്കാ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അല്ല, കമലിനുണ്ടോടാ? ആ, അവൻ വന്നോളും. അവനെ കൂപ്പില, അതാ ലേറ്റ് ആവുമെന്ന് പറഞ്ഞേ. കാടാണ്, നാടല്ല, സൂക്ഷിക്കണം. കൊറേ വണ്ടിക്കാരുണ്ടച്ചാ, എല്ലാരും ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, ആ, ഒരു മിനിറ്റ്. ആ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ
അതിനാരാ? നമ്മുടെ മോനില്ലേ? നമ്മുടെ ചെലവിനുള്ള കാശ് അവൻ തരുന്നതേ. അത് തരാനുള്ള അവകാശം അവനും, അത് വാങ്ങി ചെലവാക്കാനുള്ള അവകാശം നിനക്കും ഉണ്ട്. അങ്ങനെയല്ലല്ലോ ഇത്രയും കാലം കഴിഞ്ഞത്. കുടുംബത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ കുടുംബമൊന്നും ഉണ്ടായിരുന്ന സമയത്തല്ലേ? അന്ന് നമ്മുടെ പറമ്പിൽ നിന്നുള്ള ആദായം മാത്രം മതിയായിരുന്നു നമ്മുടെ കുടുംബം കഴിഞ്ഞങ്ങോട്ട് പാൻ. ഇന്ന് അതാണോ സ്ഥിതി? വീടുണ്ടോ, പറമ്പുണ്ടോ, വരായി കൊല്ലം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ആകെ ഉള്ളതേ ജീർണിച്ച് ഇപ്പോഴും കൈവിടാതെ സൂക്ഷിക്കുന്ന കാലഹരണപ്പെട്ട പുറമോടി ഒന്നു മാത്രമാണ്. ഒന്നുമില്ലാത്തതേ പുറത്തറിയിക്കാതിരിക്കാൻ മുഖത്തെ വെട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മുഖം മൂടി. അതിന്റെ ബലത്തിലാ ഭാമയെ പണം വേണമെന്ന് പറയുന്നെങ്കിൽ ഒരു കാര്യം ഭാമ മനസ്സിലാക്കണം. നീ ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. പണവേ അത് മഹാലക്ഷ്മിയാ ഭാമയെ. അതിനെ നിന്ദിച്ചാ പിന്നെ അതിനെ കണി കാണാൻ കൊതിക്കും. രാഘവേട്ട, സത്യഭാമ പണം ഇന്നും ഇന്നലെ അല്ല കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് പണത്തോടുള്ള ആർത്തിയും എനിക്കില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള പണം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അത് തീരുമ്പോ ഉണ്ടാക്കാനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓ, അപ്പൊ എന്നെ ഒഴിവാക്കാണ്? എടാ, നിന്റെ കാശിന് ഇന്ന് അവകാശികളുണ്ട്. അതീ പങ്കുപറ്റാൻ ഈ സത്യഭാമയെ കിട്ടില്ല.